കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ ഇത്? മോളെന്തിനാ ഇതൊക്കെ? മോൾ അങ്ങോട്ട് മാറിയിരുന്നോ? മോളേന്നല്ലേ വിളിച്ചത്? എനിക്ക് സ്വന്തമായിട്ട് ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യൂലായിരുന്നോ? വേണ്ട വൈദേഹി, എന്നെ ഇത് ബുദ്ധിമുട്ടിക്കുന്ന പോലെ. കാലെനിക്കൊന്ന് അനക്കാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ കാലെടുത്ത് മാറ്റിയേനെ. ദയവ് ഇത് നീ എണീറ്റ് പോ. എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ആ ചേട്ടന് ഇതുപോലൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അവള് ചെയ്തു തരില്ലായിരുന്നോ? മനസ്സിൽ കളങ്കം ഇല്ലാത്തിടത്തോളം ഏട്ടന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്നെ പരിചരിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ നിന്റെ ഈ സഹതാപവും ഞാൻ അർഹിക്കുന്നില്ല. ഈ ചെറിയ കാര്യത്തിന് എന്തിനാ വിഷമിക്കുന്നേ? നമ്മളെ പരിചരിക്കേണ്ട ബാധ്യത ഒരാൾക്കുണ്ടായിട്ടും അവരത് ചെയ്യുന്നില്ലെങ്കിൽ അതവരുടെ നിർഭാഗ്യം. അതൊന്നും കാര്യാക്കണ്ട. ഇപ്പൊ കണ്ടോ, ആ ഭാഗ്യം എനിക്ക് കിട്ടിയതുകൊണ്ടല്ലേ എനിക്കിതിന് അവസരം ഉണ്ടായത്. നീ വല്ലതും കാണുന്നുണ്ടോ? ഇവളുടെ ഈ ഇടിച്ചുകയറ്റം ദിനംപ്രതി കൂടിക്കൂടി വരികയാണല്ലോ. ഓരോ കാര്യത്തിനും അങ്ങ് കയറി ഇടപെട്ടോളും. അവസാനം നിന്റെ ബെഡ്റൂമിനകത്ത് വരെ എത്തി. എന്റെ ബെഡ്റൂമിൽ എനിക്ക് പോലും പണിയില്ലാത്തപ്പോ ആര് കയറിയാലെന്ത്? ഒരു ചുക്ക് നടക്കില്ല. അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യവും ഇല്ല. എന്നാലും ഇവളുടെ ഈ തള്ളിക്കയറിയുള്ള ഇടപെടൽ എനിക്കിതത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇവളിവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവാത്തത്. ഇവളെങ്ങനെ നമ്മൾ വെറുതെ വിട്ടാ എന്നെങ്കിലും ഒരിക്കലും ഇവള് കാരണമാവും നമ്മൾ പിടിക്കപ്പെടാൻ പോകുന്നത്. നീ എത്ര നല്ലവളാണ് വൈദേഹി. ഈ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ എത്രമാത്രം ശ്രദ്ധയാ നിനക്ക്. പക്ഷേ ഞങ്ങൾ കാരണം നിനക്ക് പേരുദോഷം മാത്രം. ദേവൻ എത്ര നല്ലവനാണെന്ന് നിനക്കറിയോ? എന്നിട്ടും കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടാത്ത കഥകളുണ്ടാക്കി എല്ലാരും നിങ്ങളെ എത്രമാത്രം അപമാനിച്ചു. ആ ഒരു കാര്യത്തിന് ഐ എം റിയലി സോറി. അയ്യോ, അജയേട്ടന് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് മുകളിൽ ഒരാൾ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോ ആരെ എങ്ങനെ ശിക്ഷിക്കണം എന്നുള്ളതും ആ ദൈവം തന്നെ നോക്കിക്കോ. എന്ത് കുന്താ നോക്കാൻ പോകുന്നത്?
അന്ന് അമ്പലത്തിൽ വെച്ച് തന്നെ ഇവളുടെ മേൽ പിടിമുറുക്കേണ്ടതായിരുന്നു. എങ്കിൽ ഇവളിങ്ങനെ ഇരുന്ന് വാചകം അടിക്കില്ലായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലും മൂലക്കിരുന്ന് മോങ്ങിയനെ. ഇപ്പോഴും സമയം ഒത്തിരി വൈകിട്ടൊന്നുമില്ല. കരയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇനി മതി മോളെ, ആ എന്നെ അങ്ങ് മാറ്റി വെച്ചേക്ക്. ശരി, എന്നാ ഇനി വിശ്രമിച്ചോ. നാളെ തൊട്ട് ഞാൻ വിനയനോട് പറഞ്ഞോളാം. വന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് കരുതി ചികിത്സ തുടരാതിരിക്കരുത്. ആയിക്കോട്ടെ മോളെ. നിക്കടി അവിടെ. എന്റെ ഭർത്താവിനെ പരിചരിക്കണമെന്ന് നിന്നോടാരാടി കൽപ്പിച്ചത്? ഊർമിളേച്ചി തന്നെ. എന്താടി, എന്തായി പുതിയ നാടകം? ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. അജയേട്ടനെ ചേച്ചി ശരിക്കും നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോ ചേച്ചി ഇത് കൽപ്പിച്ചരുളിയ പോലെയല്ലേ? അതായത് ചേച്ചി എന്നോട് ചോദിച്ചതിന് തുല്യം. എന്റെ അടുത്ത് നിന്റെ വാഗ്ജാലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ നോക്കുകയാണല്ലേ? വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കോലിട്ടിളക്കി കലഹം ഉണ്ടാക്കുന്നത് പോലെ എന്റെ ജീവിതത്തിലും കയറി കളിച്ച് കലഹം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എന്തിനാ ചേച്ചി കലഹം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് എനിക്കെന്ത് ലാഭം? എന്നെ ചേച്ചി നാളെ മുതലൊരു കാര്യം ചെയ്യും. ചേച്ചി സ്വയം അജയേട്ടന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തേക്ക്. അപ്പൊ എന്റെ ആവശ്യം വരില്ലല്ലോ. സ്വയം ചെയ്യേണ്ടത് ചെയ്താ മറ്റാരും അതിനകത്ത് ഇടപെടാൻ വരില്ല. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. പാല് ചൂടാക്കാൻ വെച്ചിരിക്കാം. നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? കാണിച്ചു തരാൻ ഞാൻ. വൈദേഹി, പാല് ചൂടായോ? ആ, ആർക്ക് കൊടുക്കാനാ അമ്മേ പാല്? മറ്റാർക്കാ? അച്ഛന് കൊടുക്കാനാ മോളെ. അച്ഛൻ എന്തിനാ പാല്? അച്ഛൻ ഇപ്പൊ കോമയില് കിടക്കല്ലേ. ആ പാലെങ്ങനെ കുടിക്ക? അമ്മ, അമ്മ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് ദാസേട്ടനുള്ള പാലമ്മേ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയില്ലേ? അമ്മ ചെല്ല്, ഞാനിത് ദാസേട്ടന് കൊടുത്തിട്ടുണ്ട്. ഇന്ദുമ്മേ, അമ്മ. നീ വാ, എന്താന്ന് ആ, നോക്കാം. ദാസേട്ടാ, ദാസേട്ടൻ അപ്പോഴേക്കും ഉറങ്ങിയോ? പാല് കുടിക്കണ്ടേ? എഴുന്നേക്കേട്ടാ. ദാസേട്ടാ, എഴുന്നേക്ക്. ഈ പാല് കുടിച്ചിട്ട് കിടക്ക്. ദാസേട്ടാ, എഴുന്നേൽക്കേട്ടാ. കൗസല്യേ, അവന് എനിക്കറിയാമേ, ദാസേട്ടൻ ഉറങ്ങുവോ? ദാസേട്ടൻ ഇന്ന് വരെ ഈ മരുന്ന് കലക്കിയ പാല് കുടിക്കാതെ കിടക്കാറ് പതിവില്ലല്ലോ.
ദാസേട്ടൻ എന്താണാവോ ഇത് മറന്നത്? കുറച്ചു മുമ്പ് പാലെടുത്തിട്ട് വരാൻ എന്നോട് പറഞ്ഞതായിരുന്നു. അപ്പോഴത്തേക്കും ദാസേട്ടൻ ഉറങ്ങിക്കളഞ്ഞു. ദാസേട്ടാ, ദാസേട്ടാ, ഈ മരുന്നും പാലും ദിവസം കുടിക്കണമെന്ന് വൈദ്യര് പറഞ്ഞിട്ടുള്ളതല്ലേ? എഴുന്നേറ്റേ ദാസേട്ടാ, ദാസേട്ടാ. അപ്പൊ വല്യച്ഛൻ കോമയിലാണെങ്കിലും നമ്മുടെ പൊടി കുടിക്കുന്നത് നിർത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വല്യച്ഛൻ കോമയിൽ നിന്ന് ആ വഴിക്ക് കാലപുരിക്ക് പോയിക്കോളും. ഒന്ന് പോടാ അവിടുന്ന്. കോമയിൽ കിടക്കുന്ന ആരെങ്കിലും പാല് കുടിക്കൂടാ? ആ തള്ളയ്ക്ക് ഭ്രാന്ത് പിടിച്ചതാവും. ഏകദേശം ഇപ്പൊ സമനില തെറ്റിയ അവസ്ഥയിലാണല്ലോ അവര്. ദാസേട്ടാ, 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 എഴുന്നേക്ക്, എഴുന്നേക്ക് ദാസേട്ടാ. അമ്മ ഇതൊന്ന് നോക്കിക്കേ, ദാസേട്ടൻ എഴുന്നേക്കുന്നില്ലെന്നേ. അമ്മേ, അമ്മ എന്തിനിപ്പോ കരയുന്നത്? എന്താ അമ്മ സംഭവിച്ചത്? നിനക്കിപ്പോ എന്താ പറ്റിയ കൗസല്യ? എന്റെ മോൻ കോമയിലേക്ക് പോയിട്ട് ഒരാഴ്ചയിലേറെയായി. അവനിപ്പോ എഴുന്നേക്കാനോ? അതുവരെയുള്ള കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ നിന്ന് മായുന്ന പോലെ തോന്നി. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇപ്പൊ അമ്മയുടെ മനസ്സിൽ തോന്നിയ ഈ ഒരു കാര്യം ഉറപ്പായും വളരെ പെട്ടെന്ന് നടക്കും. അമ്മയ്ക്ക് തോന്നിയ പോലെ തന്നെ അച്ഛൻ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വന്ന് നമ്മളോടൊക്കെ സംസാരിക്കും. എന്തിനുള്ള പൊടി അമ്മയായിരിക്കുന്നേ? അതെന്തിനാ അച്ഛന് പാലി കലക്കി കൊടുക്കുന്നത്? ഇതെന്താ ഇവളുടെ കണ്ണ് ഇപ്പൊ മരുന്നിലേക്കായോ? ഇത് ഒരു ആയുർവേദ മരുന്നാ മോളെ. ദിവസവും പാലിൽ ചേർത്ത് കലക്കി കുടിച്ചതിന് ശേഷം ദാസേട്ട് ഉറങ്ങാൻ പോവാറുള്ളൂ. ഞാൻ തന്നെ ഇത് കലക്കി കൊടുക്കാറ്. ഹൃദയത്തിന് ഇത് നല്ലതാണെന്ന് പറഞ്ഞ ആ വൈദ്യുതി ഇത് എഴുതി കൊടുത്തത്. ആ മരുന്നിനകത്താ ഞാൻ പോയിസൺ കലക്കി കൊടുത്തെന്നുള്ള കാര്യം പാവം അറിഞ്ഞിട്ടില്ല. ഇത്രയും മരുന്ന് കഴിച്ചിട്ട് എന്ത് കാര്യം? ഒടുവിൽ ദാസേട്ടൻ ഈ കിടപ്പിലായില്ലേ? എന്ത് പറ്റി മോളെ? എന്താ മോളി മരുന്നിനെ പറ്റി എടുത്തു ചോദിച്ച്? അച്ഛന്റെ ശരീരത്തിൽ സ്ലോ പോയിസൺ ഉണ്ടെന്ന് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ? എന്താ പോയിസണോ? ആ പോയിസൺ കുറേശ്ശെ എന്തിലോ കലർത്തിയാണ് കൊടുത്തെന്നും പറഞ്ഞിരുന്നു. സ്ലോ പോയിസണോ? കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക് സ്ലോ പോയിസൺ കൊടുത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇത്. ആ
ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല മോളെ എന്നിട്ട് എന്താ ഇതുവരെ ഈ കാര്യം പറയാതിരുന്നത്? അന്ന് ഡോക്ടർമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടതാ. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. ഇല്ല, പറഞ്ഞിട്ടില്ല. സ്ലോ പോയിസൺ കൊടുക്കാൻ മാത്രം ആർക്കാ ഇത്ര വിരോധം? ഈ പൊടി ദിവസവും അച്ഛന് കലക്കി കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇതിനകത്ത് തന്നെ ആയിരിക്കണം. വഴിയില്ല മോളെ, അങ്ങനെ വരാൻ യാതൊരു വഴിയില്ല. എന്നിട്ടെന്റെ ഇത്രയും വലിയൊരു കാര്യം ഡോക്ടർ പറയാതിരുന്നു. മോനെ ദേവ, നീ ഡോക്ടറെ എന്ന് വിളിച്ചേ. ഇപ്പൊ വിളിക്കാം. ഹലോ ഡോക്ടർ, പറയൂ ദേവ. അച്ഛൻ്റെ ബോഡിയിൽ സ്ലോ പോയിസൺ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, സത്യമാണോ? അതെ ദേവ. എന്നിട്ട് ആ കാര്യം ഞങ്ങളെ ഇതുവരെ അറിയിക്കാൻ ഞാൻ എന്താ? ഹോസ്പിറ്റലിൽ വെച്ച് പറയണമെന്ന് വിചാരിച്ചു, നടന്നില്ല. പക്ഷെ അന്ന് വീട്ടിൽ വന്നപ്പോ പറഞ്ഞിരുന്നല്ലോ. അന്ന് ആരോടെ ഡോക്ടർ ഈ കാര്യം പറഞ്ഞത്? അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇറങ്ങിയതിന് ശേഷം ഓർമ്മ വന്നേ. അപ്പോ ഞാൻ എന്റെ അസിസ്റ്റന്റ് ഡോക്ടറെ മേലോട്ട് പറഞ്ഞയച്ചിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞില്ലായിരുന്നോ? ബ്ലഡിൽ സാധാരണ ഉണ്ടാവേണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു ഷുഗർ ലെവൽ. അതിനെ ഹൈപ്പർ ഗ്ലൈക്കീമിയ എന്നാണ് പറയാറ്. കോമയിലേക്ക് പോവാൻ കാരണമായതും അതാണ്. ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല. ഏതായാലും നന്നായി, ഇപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? അച്ഛൻ്റെ ശരീരത്തിലേക്ക് സ്ലോ പോയിസൺ കയറ്റിയതാരായിരിക്കും?